ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് മോണ്ടി തേഴ്സ്ഡേയുടെ അന്നാണ്. അപ്പോൾ അന്ന് വിൻസിയുടെ ഇൻ്റർവ്യൂ തലേന്ന് അല്ല, ഞാൻ അന്ന് രാവിലെ കാണുന്നത്. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കണ്ടു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കൊരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി. അയാൾ പിന്നെ ഞാനിങ്ങനെ വേഷം മാറട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇയാൾ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ വിൻസിയെ പോലെ ഇത്രയും മിടുക്കിയായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ ഒരു വാങ്ങിച്ച പെൺകുട്ടി സിനിമ പോലൊരു മേഖലയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു എന്ന് വിൻസി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് ചോദിച്ചാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം പബ്ലിക്കായിട്ട്. സിനിമയിൽ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ കൂടെ ആൾക്കാർ നിൽക്കുകയുള്ളൂ. പിന്നെ ഐ സിയിൽ പോവാം, തീർച്ചയായിട്ടും ഐ സി പോകണം, അത് കഴിഞ്ഞാൽ കേസ് കൊടുക്കാം. പക്ഷെ ആ സമയത്ത് പ്രതികരിച്ചാൽ പിന്നെ അതവിടെ കഴിയും. അല്ലാതെ ഈ കുട്ടി അത് മനസ്സിലൊരു ഭാരമായിട്ടോ വിഷമമായിട്ടോ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. പെൺപിള്ളേർ എന്തിനാ പേടിക്കുന്നത്? പല കാര്യങ്ങൾ നമുക്ക് നേരെ വരും. നമ്മളത് പലതരത്തിൽ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി നമ്മൾ നമ്മുടെ കാര്യം ചെയ്യണം, നമ്മൾ ജീവിക്കണം, നമ്മൾ ഭയക്കാതെ ജീവിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇത്രയും വലിയൊരു വിവാദമാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പം ഈ വിവാദങ്ങൾ ഇപ്പം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, മലപർവ്വതി പറയുന്നത് പോടാ എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കി വിട്ടാൽ പോരെ എന്ന്. ഇപ്പം ഞാനൊരു സിനിമ സെറ്റിൽ നിൽക്കുകയാണ്, ഇപ്പം എന്നോടൊരു കാര്യം പബ്ലിക്കായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാനപ്പം തല്ല് മേടിക്കുവേ, മര്യാദയ്ക്ക് പൊയ്ക്കോ, മിണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അതവിടെ കഴിയും.